മുംബൈയിൽ നിന്ന് കണ്ടെത്തിയ മലപ്പുറം താനൂർ സ്വദേശികളായ 2 വിദ്യാർത്ഥിനികളെ പോലീസ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. കുട്ടികളെ മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തും. കൗൺസിലിംഗിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും. സമീർ ബിൻ കരീം മലപ്പുറത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. സമീർ, ഇതിപ്പോൾ അവരെ തിരികെ തിരൂരിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഇനി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് രക്ഷിതാക്കളിലേക്ക് കുട്ടികളെ കൈമാറുന്നതിന് മുൻപുള്ളത്? GK അല്പസമയം മുൻപാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് സംഘം കുട്ടികളെ എത്തിച്ചത്. നിലവിൽ കുട്ടികൾ ഉള്ളത് തിരൂർ പോലീസ് സ്റ്റേഷനിലാണ്. അല്പസമയത്തിനകം തന്നെ കുട്ടികളെ കോടതിയിൽ ഹാജരാക്കും. ശേഷം കൗൺസിലിംഗ് ഒക്കെ തന്നെ നൽകിയ ശേഷമായിരിക്കും മാതാപിതാക്കൾക്ക് കുട്ടികളെ വിട്ടു നൽകുക എന്നുള്ളതാണ്. കുട്ടികളുടെ മൊഴിയും CWCയും പോലീസും വിശദമായി തന്നെ രേഖപ്പെടുത്തും. ഏതൊരു സാഹചര്യത്തിലാണ് കുട്ടികൾക്ക് ഇങ്ങനെ പോവേണ്ടി വന്നത്, മാത്രമല്ല ഈ കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്ത ഈ യുവാവ് എന്തൊക്കെ സഹായങ്ങൾ കുട്ടികൾക്ക് ചെയ്തു നൽകി എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു മൊഴിയെടുപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിശദമായ മൊഴിയെടുത്ത ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് കുട്ടികളെ വിട്ടു നൽകുക. അതിനുശേഷം കുട്ടികൾക്കും കൗൺസിലിംഗ് നൽകും, മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് നൽകും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതിനുശേഷമായിരിക്കും ഈ യുവാവിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോലീസ് എത്തുക. നിലവിൽ ഈ യുവാവ് കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്തു എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ട സഹായങ്ങളും ഇയാൾ ചെയ്തു എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തെങ്കിലും വകുപ്പുകളടക്കം ചുമത്തണം എന്നുള്ള കാര്യത്തിൽ കുട്ടികളുടെ മൊഴി എടുത്ത ശേഷമായിരിക്കും പോലീസ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ വിദ്യാഭ്യാസ വകുപ്പാണ് കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുന്ന കാര്യത്തിൽ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും 12 മണിയോട് കൂടെയാണ് കുട്ടികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. GK. ശരി, സമീർ ബിൻ കരീം ആണ് വിവരങ്ങൾ നൽകിയത്.